എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹത്തെ മാനിച്ച് കൃത്യമായി പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. സഭയിൽ വരുന്നത് സന്തോഷമാണ്. ഞാൻ കുട്ടമ്പലം പള്ളിയുടെ ചുമതലയിലിരുന്ന സമയത്ത് മിക്കവാറുമൊക്കെ വന്നിരുന്നത് എന്ന് പറയുന്നത് സാധിക്കുമ്പോഴൊക്കെ എൻ്റെ ആദ്യ ഇടവകയായ കുഞ്ഞിക്കുഴി മുട്ടമ്പലം പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ ഇവിടെ അടക്കങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയാവുന്നവരൊക്കെ അല്ലെങ്കിലും വന്നിരുന്നു. അല്ലാതെ തന്നെ ഈ സഭയിൽ വരുന്നത് ഇഷ്ടമായിരുന്നതിന് പല കാരണങ്ങളുണ്ട്, പല പരിചയങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് സാറ് ഞാൻ 3 വർഷം ഇടവക വികാരിയായിരുന്ന സഭയിൽ ഇന്നും അതേ ബന്ധം ഇടമുറിയാതെ നിലനിർത്തുന്ന ഇന്ന് മധ്യസ്ഥാർത്ഥന എടുത്ത രുചിച്ചാണ്. എന്നാൽ വടവാതൂര് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ, എൻ്റെ ആത്മീയ യാത്രയുടെ ഭാഗമായി അത് കോടിയിടുവാൻ ഈ സഭയിലെ ഒരു അംഗം മൂലം ഇടയായി. അത് ഞാനൊന്ന് പ്രസ്താവിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനാക്കി. അവിടെ എനിക്ക് വെറുതെ സമയം കളയാൻ സാഹചര്യമില്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം പ്രകാശത്തിൽ തന്നെയാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നതിലും പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തുമ്പോൾ അത് എപ്പോൾ എങ്ങനെ ആരംഭിച്ച് എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചും അതെത്ര മനോഹരമായിരുന്നാലും അതിർത്തി വിട്ട് അരോചകമാകരുത് എന്നുള്ളത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയല്ല എപ്പോഴും അച്ഛൻ തുറന്നു പറയുന്നത് എൻ്റെ ഇടവക വികാരിയായിരുന്നപ്പോൾ നെടുങ്ങാനൂരിൽ അടുത്തറിയാനിടയായി. അച്ഛൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച ഭാഗ്യം എന്നെ വെച്ചിരുന്ന ഇടവകയിൽ പോകാൻ മാസങ്ങളുടെ താമസം വന്നപ്പോഴാണ് ഞാൻ ബൃഹത്തായ നെടുങ്ങാടപ്പള്ളി ഇടവക പരിചയിക്കുന്നത്. അന്ന് എല്ലാ മതകൂട്ടായ്മകളിലും പ്രസംഗിക്കാനും എല്ലാ തിയറിയാകളിലും എല്ലാ ദിവസവും വരാനും ഞാൻ ഒറീസ മിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ സഹായിച്ചു. തിരിച്ചു വന്നിട്ടും ഞാൻ പോകേണ്ട ഇടവകയിലേക്ക് പോകുന്നതിന് മുമ്പ് അവസരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ആ സഭയിലേക്ക് താമസിച്ച് ജോയിൻ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് എയർപോർട്ടിലാക്കുന്നതും ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛൻ എന്നിട്ട് ദുബായുടെ കടൽ പോലെ ഞാൻ ഓർക്കുന്നത്. അച്ഛൻ്റെ കൊച്ചമ്മ എൻ്റെ അമ്മയുടെ കുടുംബാംഗമാണ്. അങ്ങനെ ഞങ്ങൾ 6 നാളുകളിലുള്ള അടുപ്പെട്ട ബന്ധമുണ്ട്. എൻ്റെ അമ്മ പുന്നവേലിക്കാരിയാണ്. പുന്നവേലി അമ്പാട്ട കുടുംബത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പല ഘടകങ്ങൾ ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഞാൻ എൻ്റെ ഫോൺ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം താഴെ വെക്കാണ്. അത് ഈ ഫോൺ എടുത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് മറിച്ച് നോക്കിയത് ഇവിടെ നിന്ന് ഒരു ഡേറ്റ് മുന്നിലേക്ക് എടുക്കാനായി. ഞാൻ പറയുന്ന ഡേറ്റ് 2021
നവംബർ 4 നവംബർ 4 രാവിലെ 8:19 എനിക്കൊരു വോയിസ് മെസ്സേജ് ലഭിച്ച് അതിൻ്റെ താഴെ ഒരു എഴുത്തൂടെ വന്നു. താങ്ക് യു മോൻ, യുവർ പ്രേയേഴ്സ് ആർ മോസ്റ്റ് വാല്യുബിൾ വൺ. നവംബർ 6 ആ വ്യക്തിക്ക് മെസ്സേജ് അയക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് എനിക്ക് രാജിച്ചാൻ മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന്റെ അവസാനത്തേത് നവംബർ 11, 2021 കൊണ്ട് അവസാനിച്ചു. ഇനി ഞാൻ പുറകോട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് ഈ പേജ് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. അടുപ്പിച്ച് പിടിക്കുമ്പോൾ ഇത് 3 പേജ് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ഒന്ന് കാണിക്കുക, കണ്ണ് കാണുന്നവർക്ക് മുഴുവൻ ശബ്ദ സന്ദേശങ്ങൾ. ഞാൻ അങ്ങോട്ട് അയക്കുന്നത് 1, എനിക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നത് അനേകം. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഞാൻ ഈ മെസ്സേജ് എന്റെ ഫോണിൽ സൂക്ഷിക്കുകയും ഇതൊരിക്കലും ഡിലീറ്റ് ചെയ്ത് പോകും. 100 കണക്കിന് അത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇന്നും എൻ്റെ പ്രതിസന്ധികളിലൊക്കെ ആ അമ്മയുടെ പ്രാർത്ഥന വലിയൊരു ബലമാണ്. എനിക്ക് 2 സ്പിരിച്വൽ മദേഴ്സും. ഒരാൾ എപ്പോഴും ബോംബെയില് പവായിൽ താമസിക്കുന്നു, മല്ലപ്പള്ളി സ്വദേശി തങ്കമ്മ. മറ്റൊരു സ്പിരിച്വൽ മദർ ഞാൻ ഈ പറഞ്ഞ ഡേറ്റിൽ കഴിഞ്ഞുപോയി. അത് പടവാളൂര് ഇവിടെ ഉണ്ടായിരുന്നു എൽസിമാമ. എൽസിമാമ എനിക്ക് നൽകിയ മെസ്സേജസ് ഞാൻ എൽസിമാമ ഒരു സ്വകാര്യ അഹങ്കാരമാണില്ലെങ്കിൽ എൻ്റെ ഒരു സ്പിരിച്വൽ മദർ മറ്റാർക്കും ലഭിക്കാത്ത അവകാശമായി നിലനിർത്തി. എന്നാൽ എൽസിമാമയുടെ ഭൗതിക ശരീരം വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ആ ശുശ്രൂഷകളിൽ മുഴുവൻ ഞാൻ പങ്കാളിയാകുമ്പോൾ തൊട്ടിപ്പുറത്തെ കോൺവെന്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് 100 കണക്കിനോ 1000 കണക്കിനോ ആളുകൾക്ക് എന്നെപ്പോലെ തന്നെയുള്ള ഒരു അമ്മയായിരുന്നു എൽസിമാ. എന്നോട് പുലർത്തിയതുപോലെ തന്നെ ഏതൊക്കെ മേഖലയിലുള്ളവരാണ് അവിടെ വന്ന് കരഞ്ഞത്. നമുക്ക് അങ്ങനെ ആയിത്തീരാൻ എന്താണ് തടസ്സം? പണമില്ലാത്തതാണോ? വിദ്യാഭ്യാസമില്ലാത്തതാണോ? അതോ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതാണോ? അങ്ങനെ ഒരു സ്വാധീനമാകാൻ എന്നെ പോലെ ഞാനിപ്പോൾ പഠന ശുശ്രൂഷയിൽ 23 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത്രമാത്രം ഞാൻ അനേകം എൻ്റെ കണ്ണിന് മുന്നിൽ കൂടെ ധാരാളമായി പള്ളിക്ക് കൊടുത്തവർ, ധാരാളമായി എന്നെ വ്യക്തിപരമായി സ്നേഹിച്ചവർ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദാനം തന്നവർ, അത്ഭുതപ്പെടുത്തിയവർ ഉണ്ടെങ്കിലും ഇങ്ങനെ നമ്മെ മരണത്തിന് ശേഷവും ചേർത്ത് പിടിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ നമ്മൾ ആർക്കെങ്കിലും അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നൊരു ചോദ്യം ഈ വളവാളമല്ലാതെ വേറൊന്നും ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു. ഒരിക്കൽ പോലും ഈ ഫോണിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടില്ല. മടവാത്തൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നല്ലൊരു മാതൃക കർത്താവ് തന്നിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ആ മാതൃകയുടെ റിഫ്ലക്ഷൻസ് നമ്മുടെ ഇടയിൽ കണ്ടെത്തുവാൻ മടിക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഇഷ്ടം തേടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ വാക്കിനാൽ ഞാൻ നാം എപ്പോഴും മഹത്വപ്പെടട്ടെ. അച്ഛന് വന്നപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഈ വിശുദ്ധ വാരത്തിന്റെ ആഴ്ചയിൽ അച്ഛൻ സന്ധ്യയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇടവകയിൽ എങ്ങനെയാണ്? അത് ഏറ്റവും ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. അച്ഛന് മറുപടി കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിലും ഇതുണ്ടാവും. 3 സഭകളുടെ ഉത്തരവാദിത്വത്തിലുള്ള അച്ഛൻ ഒരു കൺവെൻഷന് ക്ഷണം കിട്ടിയപ്പോൾ സ്വന്തം ഇടവകയെ മറന്നിട്ട് അല്ലെങ്കിൽ അത് സൗകര്യപൂർവ്വം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന്. ഇന്ന് മാത്രമല്ല, നാളെ വൈകിട്ട് ഞാൻ കറിക്കാട്ടൂർ ഇടവകയിൽ
3 സഭകളുള്ളതുകൊണ്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെയും വൈകുന്നേരവും കുളിക്കുമ്പോഴും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഹൊശന്നയ്ക്ക് പിറ്റേ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 7 മണി മുതൽ 5 തലമുറയായി ഒരു സ്കൂൾ മുറിയിൽ ആരാധിക്കുകയും 125 വർഷത്തിന് ശേഷം അതിമനോഹരമായ ഒരു ദേവാലയത്തിലേക്ക് ഡിസംബർ 20-ാം തീയതി മാറുകയും ചെയ്തൊരു കമ്മ്യൂണിറ്റിയുണ്ട്. ആവേശത്തോടെ ജനം വന്ന് സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് ദൈവവചനം കേൾക്കണം. അവർക്ക് കഴിഞ്ഞ 7 ദിവസവും രാവിലെ 7 മണിക്ക് ധ്യാനത്തിൻ്റെയും മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെയും അവസരമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അതേ ദിവസങ്ങളിൽ വൈകിട്ട് ചെലക്കുമ്പ് ഇടവകയിൽ വൈകുന്നേരം 7 മണി മുതൽ ധ്യാനത്തിൻ്റെയും വീൺവാക്കൽ മുട്ടുമടക്കി കർത്താവിനോട് യാചിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെയും സമയങ്ങൾ. അനേകരുടെ പ്രത്യക്ഷത്തിൽ സൗഖ്യമായി, അനേകരുടെ വർഷങ്ങളായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് മാറ്റമുണ്ടായി. ഏപ്രിൽ മാസം 30-ാം തീയതി ഇതിന്റെ 3 വലിപ്പമുള്ള ഒരു മുറിയിൽ നിന്ന് വിശാലമായ പള്ളി ആഗ്രഹിച്ച് പണി ആരംഭിച്ച ഒരു ദേവാലയം ബിഷപ്പ് ഡേറ്റ് തന്നിരിക്കുന്നത് ഞാൻ ഈ സഭകളുടെ ചാർജ് കൊടുക്കുന്നതിന്റെ അവസാന മണിക്കൂർ 30-ാം തീയതി വൈകിട്ട് 4 മണിക്ക്. അപ്പോൾ ആ ഉദാശ ചെയ്യുന്ന പള്ളിയിൽ ഇന്ന് രാവിലെ നാളെ അതിന്റെ പിറ്റേന്നുമൊക്കെ ധ്യാനവും മുട്ടുമടക്കിയുള്ള പ്രാർത്ഥനയും. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയ്ക്ക് പുറത്ത് ഒരു ചുമതല ഏൽക്കുമ്പോൾ ദൈവത്തോടുള്ള ഉടമ്പടിക്ക് ഉത്തരം പറഞ്ഞിട്ട് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഇന്നും നാളെയും ഞാൻ 2 ഇടവകകളിൽ സന്ധ്യയ്ക്ക് കൺവെൻഷന് പ്രസംഗിക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ശുശ്രൂഷയുടെ ആ പങ്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭകൾക്ക് നൽകിയേ മതിയാകും. നൽകിയാൽ ദൈവം എന്നെ അനുവദിച്ചെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡിസംബർ 30-ന് പൂർത്തിയാക്കുന്ന 38 അംഗങ്ങൾ മാത്രമുള്ള പള്ളി, ഈ പള്ളിയുടെ 3 ഇരട്ടി പൊക്കത്തിൽ ഓടുമേഞ്ഞ് ഇപ്പോൾ മുഖാവാരവും അതിന്റെ ബാൽക്കണിയും ഒക്കെ പണിതിരിക്കും. പുറത്തുനിന്ന് ഒറ്റ പൈസ ഞാൻ പിരിച്ചില്ല. ഞാൻ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ആ പള്ളിയുടെ അക്കൗണ്ട് മിച്ചം 9.5 ലക്ഷമാണ്. ഇന്ന് പ്രാർത്ഥന അവസാനിക്കുമ്പോൾ തീരാൻ അല്പം പണികളേ ഉള്ളൂ. ഇപ്പോഴത്തെ മിച്ചം 12.5 ലക്ഷമാണ്. പാവങ്ങൾ മാത്രമുള്ള പള്ളിയിലെ ഒറ്റ പൈസ പോലും പുറത്തുനിന്ന് പിരിക്കാതെ ആ പള്ളി പണിയുക എന്ന് പറഞ്ഞാൽ ഒരു പട്ടക്കാരനോ ജനത്തിനോ സാധ്യമല്ല. ഉയരത്തിലെ കർത്താവ് നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുന്ന ദൈവം. ഞാൻ ഈ സാക്ഷ്യം ആദ്യം പറഞ്ഞത് അച്ഛൻ എന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് എന്നോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഉള്ളിൽ ഈ രാത്രി വിശുദ്ധവാരത്തിന്റെ ആഴ്ചയിൽ ഇവിടെ നിൽക്കുക, നാളെ രാവിലെ 7 മണിക്ക് ഞാൻ ആരോഗ്യത്തോടും ജീവനോടും ഇരിക്കുന്നെങ്കിൽ വേമ്പനാനം പള്ളിയുടെ താൽക്കാലിക ആരാധനാലയമായ പാഴ്സനേജിന്റെ മുകളിലെ അതിഗംഭീരമായ ആരാധനാ സ്ഥലത്ത് ഞാൻ മുട്ടുകുത്തി നിൽക്കുകയായിരിക്കും. നാളെ വൈകിട്ട് ഈ സമയത്ത് കറിക്കാട്ടൂർ പള്ളിക്കുള്ളിലായി ദൈവം നടത്തിയാൽ അവിടെ നടത്തുന്നവനായ ദൈവത്തോട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാഥമിക ചുമതലകൾ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓഫീസ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പങ്കാളി, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അയൽക്കാർ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭ, അതിന്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിട്ട് നിങ്ങൾക്ക് അതിർത്തിക്ക് പുറത്ത് ഒരു സങ്കേത സ്ഥലം കണ്ടെത്താൻ കഴിയില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നിടം ദൃഢമായിരിക്കുന്നു ഉറപ്പാക്കിയിട്ട് ദൈവത്തോട് അനുമതി ചോദിച്ചിട്ട് മാത്രം യാത്ര ചെയ്യുക. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ അതിനകത്ത് 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. സാക്ഷ്യങ്ങളുടെ വഴി, വേ ഓഫ് ടെസ്റ്റിമോണീസ്, ഐ റിജോയ്സ് ഇൻ the way of your testimonies. 119-ാം സങ്കീർത്തനം ആരംഭിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. വഴികളുടെ ഒരു ആവർത്തനമാണ് 119-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ 16 വാക്യങ്ങൾ. അതിനെ ഞാൻ ഇങ്ങനെ ചുരുക്കുന്നു, സാക്ഷ്യങ്ങളുടെ വഴി. ആ സാക്ഷ്യങ്ങളുടെ വഴി ഈ വിശുദ്ധ വാരത്തിൽ ഒരു കൺവെൻഷൻ നിർത്തുമ്പോൾ വീണ്ടും ഞാൻ ചുരുക്കേണ്ടതുണ്ട്. എവിടെ നിന്ന്
അത് ഞാൻ പറയാം. സാക്ഷ്യങ്ങളുടെ വഴി യെരൂശലേം എന്ന നഗരം മുതൽ കിദ്രോൻ താഴ്വരയിലൂടെ, ഗത്സമനെ തോട്ടത്തിലൂടെ, ആ ഹോശന്നയുടെ വഴിയിലൂടെ, ആ ഒലിവുമലയുടെ ഉയരത്തിൽ നിന്ന് അങ്ങേ ചരിവിലെ ബേത്ഫഗയിലേക്കും ബെഥാന്യയിലേക്കും. അപ്പൊ ഇത് വിട്ട് മറ്റൊരു വഴിയെ ഞാൻ ധ്യാനിക്കുന്നില്ല. കാരണം സാക്ഷ്യങ്ങളുടെ വഴികൾ ബൈബിളിൽ ഉടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നമുക്കതിനെ ഒന്ന് പ്രിസൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അതിന് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയുടെ ധ്യാനത്തിന് നമ്മൾ യാത്ര ചെയ്യുന്നത് യെരൂശലേം എന്ന നഗരത്തിൽ നിന്ന് ബെഥാന്യയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു നേർരേഖയാണ്, ഒരു വഴിയാണ്. കാലങ്ങളായി മനുഷ്യർ നടന്ന് തെളിഞ്ഞു കിടക്കുന്ന പാതയാണ്. ഈ പാതയെ ആര് തിരിച്ചറിയുന്നു? ആരൊക്കെ ഇതിലൂടെ നടക്കുന്നു? അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള അരമണിക്കൂർ അല്ലെങ്കിൽ അച്ഛൻ അനുവദിച്ചിരിക്കുന്ന സമയം നമ്മൾ യാത്ര ചെയ്യുന്നത് ഒലിവുമലയുടെ ചരിവുകളിലൂടെയാണ്. ആ ഒലിവുമലയുടെ ചരിവുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോടും അതോടൊപ്പം തന്നെ ഈ വിശുദ്ധവാരത്തിന്റെ ആഴ്ചകളിൽ നാം ധ്യാനിക്കേണ്ടതായ വേദഭാഗങ്ങളോടും അതോടൊപ്പം നാം കാത്തിരിക്കുന്നതായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഢീകരണത്തിലേക്കും നമ്മൾ പ്രവേശിക്കും. നമ്മളൊരു വചനം ശ്രേഷ്ഠമാണോ എന്നറിയാൻ 3 കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. ഉദാഹരണത്തിന് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്തെ ഒരു വചനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിനെ എത്രമാത്രം പ്രവചനങ്ങൾ സാധൂകരിക്കുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യം. നമ്മൾ വചനത്തിൽ ക്രിസ്തുവിൽ കാണുന്ന ഒരു കാഴ്ചയ്ക്ക് പ്രവചനത്തിന്റെ പിന്താങ്ങ് എത്രമാത്രമുണ്ട്. 2, ക്രിസ്തുവിന്റെ ചരിത്ര വഴികളിലൂടെ കടന്നുപോയ കാര്യങ്ങൾക്ക് വരാൻ പോകുന്ന കാലത്തോട് എത്ര ബന്ധമുണ്ട്. പിന്നെ നിങ്ങൾ വചനം പഠിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. എങ്ങനെ നമ്മൾ വചനം പഠിച്ചാലും വചനത്തിന് 3 കൂറ് പുലർത്തേണ്ടതുണ്ട്. 1, പ്രവചനങ്ങളോടുള്ള കൂറ്. 2, ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്തോടുള്ള കൂറ്. 3, ക്രിസ്തുവിന്റെ എസ്കറ്റോളജിക്ക്, 2ാം വരവിനെ കുറിച്ചുള്ള നമ്മുടെ കാത്തിരിപ്പിനോടുള്ളൊരു ബന്ധം. അപ്പൊ ഇത് 3ഉം ഇന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒലിവുമലയുടെ ചരിവുകളിലൂടെ നമ്മൾ ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ്. യെരൂശലേമാണല്ലോ ഏറ്റവും പരിചിതം. അപ്പൊ യെരൂശലേമിനെ ഒന്ന് മനസ്സിൽ കാണാം. എന്റെ മുന്നിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ വിശുദ്ധ നാട്ടിൽ പോയവരായിരിക്കാം. എനിക്ക് വിശുദ്ധ നാട്ടിൽ പോകാൻ വളരെ സ്വാതന്ത്ര്യത്തോടെ ചില ദിവസങ്ങൾ അധികം എടുത്ത് ജോർദാൻ ഉൾപ്പെടെ എല്ലാം കാണാനായിട്ടൊരു അവസരം ഒരുക്കി തന്നു. ഞാനും അങ്ങനെ ആ സ്ഥലത്തിന്റെ ചരിത്ര പ്രാധാന്യം ഏതുമില്ല, എല്ലാ സ്ഥലത്തു നിന്നും ഒരു ഉയർത്തെഴുന്നേൽക്കും. 2ാം വരവിൽ കർത്താവിൽ ശേഖരിക്കപ്പെടുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ സൈറ്റുകളുടെ ഒന്നും പ്രാധാന്യമില്ല. പക്ഷേ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വചനമൊക്കെ നല്ലപോലെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സന്തോഷത്തിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും എന്റെ രോമകൂപം ഇങ്ങനെ എഴുതിയിരുന്നു. കാരണം ഞാൻ വചനത്തിൽ വായിച്ച് മനസ്സിലാക്കിയതും വചനത്തിനപ്പുറം ഞാൻ സങ്കല്പിച്ചതും അതിലെ ഒരു 70% കാര്യങ്ങൾ അവിടെ അതുപോലെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ എന്റെ കൂടെ വന്ന ആളുകളെയൊക്കെ അനേക തവണ എന്റെ ദുബായുടെ കൈ പുറകോട്ട് വലിച്ചിട്ട് കൈ കാണിച്ചു കൊടുത്തു. കാരണം എന്റെ രോമങ്ങളെല്ലാം എഴുന്നേൽക്കുന്നത്. അപ്പൊ ആദ്യം ഒരു തണുപ്പ് കൊണ്ടാണ്, ഞാൻ പറഞ്ഞത് തണുപ്പ് കൊണ്ടല്ല, ത്രില്ല് കൊണ്ടാണ്. ഞാൻ ഇവിടെ വന്ന് യെരൂശലേമിൽ നിന്ന് ഒറ്റ വര വരച്ചപ്പോൾ ഒലിവുമലയിൽ എത്തുന്നതും ആ വരയ്ക്ക് ഉള്ളില് ഗത്സമനെ തോട്ടവും ആ വരയ്ക്കുള്ളില് ഹോശന്നയുടെ വഴിയും ആ വരയ്ക്കുള്ളിൽ ചർച്ച് ഓഫ് നേഷൻസും അതേ വരയ്ക്കുള്ളിൽ ഗോൾഡൻ ഗേറ്റും വന്നത് കണ്ടപ്പോൾ അതെന്റെ സങ്കല്പമായിരുന്നു. ഈ യെരൂശലേമിനെ ഓർത്ത് കർത്താവ് കരഞ്ഞ ആ ഇടത്ത് നിന്ന് ഞാൻ മേലോട്ടും താഴോട്ടും നോക്കിയപ്പോൾ ഒറ്റ ഋജുരേഖയാണ്. അത്രമാത്രം ചരിത്രത്തിൽ ഇന്നും തകർത്ത് കളയാനാവാതെ യേശുവിന്റെ ഫുട് സ്റ്റെപ്സ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയും, ഒരു വിശ്വാസത്തിന്റെ ദൃഢീകരണത്തിന് പഠിച്ചിട്ട് പോകണം. വെറുതെ പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ പോകുമ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് വിളിച്ചേച്ച് ഭക്ഷണം പോലെ വേണമെന്ന് പറഞ്ഞ എല്ലാവരും വരും. കാരണം ഇന്ന് നടന്ന സൈറ്റിനെ കുറിച്ചൊക്കെ ഞാൻ അവരോട് പ്രസംഗിക്കണം. എല്ലാ ദിവസവും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ട്. ചിലപ്പോൾ വൈകിട്ട് ക്ഷീണമാണ്, താമസിക്കും. 1 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ ഉടനെ അവരോട് ചോദിക്കുന്ന അച്ഛൻ എപ്പോൾ രാവിലെ എണ്ണീക്ക് ഓടി വരാൻ പറ്റും. അത്രയ്ക്ക് ഉത്സാഹമായിരുന്നു. കാരണം ഈ കണ്ട സയൻസിന്റെ ബിബ്ലിക്കൽ സിഗ്നിഫിക്കൻസ് അറിയത്തില്ലെങ്കിൽ നമ്മൾ വെറും ടൂറിസ്റ്റ് ആയി പോകും. ഒരു പിൽഗ്രിം യാത്രയായി തീരണമെങ്കിൽ അതിനെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരികയാണ്. ജെറുസലേം എന്ന നഗരം കയ്യിലൂടെ നോക്കിക്കോളൂ. അതിന്റെ ഈസ്റ്റേൺ സൈഡിലേക്ക് ഒരു വാലി ഇങ്ങനെ ഇറങ്ങിപ്പോകുക. ഈ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനൊരു മതിൽക്കെട്ടുണ്ട്.
കണക്കാക്കുന്ന ആ യെരൂശലേം നഗരത്തിന്റെ മതിൽക്കെട്ടിൽ കൃത്യമായി ഒലിവുമലയ്ക്ക് നേരെ ഗോൾഡൻ ഗേറ്റ് നിൽക്കുകയാണ്. ആ ഗോൾഡൻ ഗേറ്റിലൂടെ ഇറങ്ങിയാൽ ഇദ്രോൻ താഴ്വരയിലൂടെ, ശാബേ താഴ്വരയിലൂടെ കടന്ന് നമ്മൾ ഒരു മെയിൻ റോഡ് ഉണ്ട്. അവിടുന്ന് വരുന്നത് ഗെത്സമനെ തോട്ടത്തിലാണ്. ഗെത്സമനെ തോട്ടത്തിന്റെ അരികിലാണ് അവര് ചർച്ച് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചർച്ച് ഓഫ് നേഷൻസിന്റെ അരികിൽ നിങ്ങൾ പണ്ടൊക്കെ ക്രിസ്തുവിന്റെ ഒരു പടം കിട്ടും, അവനിങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. അതിനകത്തൊരു പാറ വരച്ചിട്ടുണ്ട്. പണ്ടങ്ങനെ ഒറ്റ പടമേ ഉള്ളൂ. ഇപ്പൊ നൂറുകണക്കിന് പടങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു പ്രത്യേക കറുപ്പ് പാറയിൽ വെള്ള ചെറിയ വരകൾ കൊടുത്ത് അതേ ഉള്ളൂ കർത്താവിന്റെ പ്രാർത്ഥനയുടെ പടം. അതിനകത്തെ പാറയില്, ആ പാറയുടെ അതേ രൂപത്തില് ഇങ്ങനെ ചുറ്റും ഫെൻസ് ചെയ്തൊരു പാറ ഈ ചർച്ച് ഓഫ് നേഷൻസിൽ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കത്തോലിക്ക പള്ളിയിലും ചെരുപ്പിട്ട് കയറാം. പക്ഷേ കത്തോലിക്കർ തങ്ങളുടേതാണെന്ന് പറയാത്ത സകല ജാതികളുടെയും ദൈവാലയം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ആ ദൈവാലയത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറിയാൽ അവര് കഴുത്ത് തൂക്കി പുറത്തു കിട്ടും. ബാക്കി എങ്ങും ചെരുപ്പുകളുണ്ട്. ചിലരുടെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കയറാതെ. എന്താണെന്നറിയാമോ? ഈ പാറയിലാണ് അവന്റെ രക്തത്തുള്ളികൾ വലിയ വിയർപ്പ് പോലെ വീണത്. ഇതിന്റെയൊക്കെ കഥ ഇതൊന്നിച്ച് ബന്ധിപ്പിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കും. അപ്പൊ ഇതിന്നും സംരക്ഷിച്ചിട്ടുണ്ട്. ചർച്ച് ഓഫ് നേഷൻസിൽ നിന്ന് നേരെ കയറിയാൽ ഗോൾഡൻ ഗേറ്റിലാണ്. അതായത് ന്യായാധിപനായ ക്രിസ്തു വരാനുള്ള വഴിയാണ് ഇത്. ന്യായാധിപനായ ക്രിസ്തു വരുമ്പോഴത്തേക്ക് മാത്രമുള്ള വഴിയാണോ എന്നുള്ളതാ ചോദ്യം. അതുകൊണ്ട് വചനത്തിലൂടെ ഈ വഴിയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് യേശു എപ്പോഴും ഈ വഴിയിലൂടെ നടന്നു? ഒന്നാമത്തെ ചോദ്യം, യേശു എപ്പോഴും ഈ വഴിയിലൂടെ നടന്നിരുന്നോ? ഒരാൾ ഉറക്കം വായിക്കാം, ശബ്ദമുള്ളവരുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഒരു മൈക്ക് കയ്യിലെടുക്കാം. ഈ ഞാനൊന്ന് വിട്ടു വായിക്കുമ്പോഴേ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കും. ഒന്നാ വായിച്ച പുള്ളി നിങ്ങൾ ആദ്യം മനസ്സിൽ പറയാം, ഒരു പണ്ടൊന്നും വായിച്ചിട്ടില്ല, എന്ത് വായിച്ചത്? അടുത്ത എന്നും ഈ പുള്ളിയാണോ വായിക്കുന്നത്? അടുത്തത് ഏതാണ്ട് ഇച്ചിരി തെറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയാം, നമ്മൾ ഉറങ്ങത്തില്ല വേറൊരാൾ വായിച്ചാൽ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 37-ാമത്തെ വാക്യം. യേശു പെട്ടെന്ന് വായിച്ചാൽ ഞാൻ പോയത്. ലൂക്കോസ് 21:37. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. അപ്പൊ കർത്താവിന്റെ നടപ്പ് കൊണ്ട് വഴി തെളിഞ്ഞ ഒരിടമാണ്. കർത്താവ് ദിവസേന ദൈവാലയത്തിൽ പോയി ഉപദേശിക്കും, രാത്രി ഒലിവുമലയിൽ പോയി പാർക്കുന്നു. പറഞ്ഞാൽ കർത്താവ് ഈ യെരൂശലേം പട്ടണത്തെയും യെരൂശലേം ദൈവാലയത്തെയും ഒലിവുമലയെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. വചനം പ്രഖ്യാപിച്ചു പറഞ്ഞാൽ കർത്താവിന് സാധ്യമാകുന്ന, സ്പെഷ്യൽ അസൈൻമെന്റ് ഇല്ലാത്ത, പ്രത്യേകമായിട്ട് മാറി നിൽക്കേണ്ടാത്ത, ഗലീലയിൽ ഏതെങ്കിലും ശിഷ്യന്മാരോടുകൂടെ ആയിരിക്കേണ്ടാത്ത എല്ലാ ദിവസത്തിലും ഒലിവുമലയിൽ പോയി പാർത്തു. എന്തിന്? ആദ്യത്തെ ചോദ്യം നമ്മൾ ബൈബിളിനോട് ചോദിക്കേണ്ടത്. ഇങ്ങനെ കർത്താവ് അങ്ങനെ ഒരു പ്രാധാന്യവും ബൈബിളിൽ പറയാത്ത ഒലിവുമലയിൽ പോയി പാർത്തത്, ഇതിന്റെ ഉത്തരം കാണണമെങ്കിൽ 2 ശമൂവേൽ 15:30 വരും. ആ 2 ശമൂവേൽ 15:30 എടുത്തു വെച്ചിട്ട് എന്നെ ഒന്ന് നോക്കണേ. 2 ശമൂവേൽ 15:30 എടുത്തിട്ട് എന്നെ ഒന്ന് നോക്കണം. ഓക്കെ, ബൈബിള് മുഴുവൻ പറയുന്ന യേശുവിന്റെ അപ്പനാണ്. ശരിയാകുന്നത് ബൈബിള് മുഴുവൻ പറയുന്ന യേശുവിന്റെ അപ്പനാണ്. യേശു ക്രിസ്തുവിന്റെ അപ്പനാണ്, ജോസഫാണ്. ദാവീദ്, ജനം പോലും പറഞ്ഞ ദാവീദിന്റെ പുത്രൻ ഓശന്ന. ഓശനയൊക്കെ ഓർക്കണം. ജോസഫിന്റെ പുത്രൻ ഓശന എന്നാണോ പറഞ്ഞത്? അല്ല. ദാവീദിന്റെ പുത്രൻ ഓശന്ന. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ നല്ലവരാണെങ്കിൽ, നമുക്ക് ചില ബോധ്യങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ ആഗ്രഹം നമ്മുടെ മക്കള് നമ്മളെ നടന്ന് വഴിപ്പെടുന്നത്. ചിലര് പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ കർത്താവേ, ഞാൻ ചില ആസക്തികളൊക്കെ പെട്ടുപോയി. എന്റെ വല്യപ്പൻ, എന്റെ അപ്പൻ, അതായത് എന്റെ അപ്പൻ വല്യപ്പൻ നടന്ന പോലെ അല്ല ഞാൻ നടന്ന്, ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ചിലര് പ്രാർത്ഥിക്കുക, എന്റെ വല്യപ്പൻ നടന്ന പോലെ നടന്നാൽ മതി, ഞാൻ നടന്ന പോലെ നടക്കണം. കാരണം ഈ പുള്ളിക്ക് നല്ല മാതൃകയില്ല. അമ്മമാരുണ്ട്, അപ്പൻ എന്ന് പറയുമ്പോൾ അമ്മയെന്ന് നോക്കാതെ അപ്പനെന്ന് മാത്രമല്ല, അപ്പനായാലും അമ്മയായാലും അല്ലേ. ഇപ്പൊ ദാവീദിന്റെ പുത്രൻ എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ ആ അപ്പന്റെ വഴികളെ കുറിച്ച് ഈ മകന് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ഇനി മറ്റൊന്നുകൂടെ പറയാം, ഈ ദാവീദ് യേശുവിന്റെ അപ്പനാകുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദാവീദിന്റെ മുമ്പ് ഇവനുണ്ട്, എന്നാൽ ദാവീദിന്റെ പുത്രനും ഇവൻ തന്നെ. മനസ്സിലായ? പടവാതിൽ കൂടുതൽ പറയണ്ടല്ലോ.
ദാവീദിന് മുമ്പ് ദൈവം ആത്മാവിൽ സംസാരിച്ചത് തിരിച്ചറിയുന്ന അപ്പൻ അറിയാം മകൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, മകൻ ആരാണെന്ന് അറിയാം. അതുകൊണ്ട് ദാവീദാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ദാവീദ് ഒരു ആത്മീയ മനുഷ്യനാണ്, ഇടയ്ക്ക് വീഴ്ച വന്നെങ്കിലും. ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത്, പകല് ദൈവാലയത്തിൽ ഉപദേശിച്ചിട്ട്, ദാവീദിന്റെ കാലത്ത് ദൈവാലയം ഇല്ലെന്ന് ഓർക്കണം. സിയോനായിരിക്കുന്നത് അവന്റെ വീടാണ്. നിങ്ങൾ ചിന്തിച്ച് വചനം പോയി പഠിക്കണം. ദൈവാലയം വരുന്നിടം വരെ സിയോൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ദാവീദിന്റെ വാസസ്ഥലമാണ്. അവിടെയായിരുന്നു ദൈവസാന്നിധ്യം. അപ്പോൾ ആ ദാവീദിന്റെ പട്ടണം എന്നാണ് വിളിക്കപ്പെടുന്നത് യെരൂശലേമിനെ. ദാവീദിന്റെ പട്ടണമായ യെരൂശലേമിൽ നിന്ന് അന്ന് ദൈവാലയമില്ല, ദാവീദ് ഒരു യാത്ര ചെയ്യുമായിരുന്നു. നമ്മൾ പുത്രനിൽ കണ്ടു, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു രാത്രിയിൽ ഒലിവുമലയിൽ പോയി പാർക്കും. എന്റെ ചോദ്യം, എന്തിനാണ് യേശു ക്രിസ്തു ഒലിവുമലയിൽ പോയി പാർക്കുന്നത്? അതിന്റെ ഉത്തരമാണ് 2 ശമൂവേൽ 15:30. ഒന്നിച്ച് വായിക്കാം. ഞാൻ വായിക്കും, ആ കൂടുതൽ വായിക്കും. ചുമ്മാ അടുത്തിരിക്കുന്ന ആൾക്ക് അസ്വസ്ഥരുണ്ടാക്കരുത്, വെച്ച് കീറരുത്. നിങ്ങൾ വായിച്ചാൽ മതി. വായിക്കാം. 30. ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ഇനി ചോദ്യമുണ്ട് കേട്ടോ, എനിക്ക് പ്രസംഗിക്കാൻ ഞാൻ ചോദ്യം ഉത്തരം പറയുന്നത് നിങ്ങൾ മനസ്സിൽ മതി. ചോദിച്ചോട്ടെ, ഒന്ന് നമുക്ക് വിടാം. തലമുടി എന്നുള്ളത്, തലമൂടുക എന്നുള്ളത് ഞാൻ പറയാം. യഹൂദന്മാരുടെ പ്രത്യേക അവസരത്തിൽ അവർക്ക് തലമുടണം, നമുക്ക് പിന്നെ പറയാം. ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയായിരിക്കും കയറുക? നമ്മുടെ ഇന്നത്തെ കോൺടെക്സ്റ്റ് ചെരുപ്പിടാതെ ദൈവാലയം കാണൽ. നീ ഞാൻ തെളിയിച്ചു തരണം അല്ലെ? ഈ ഒലിവുമല ഒന്നുമില്ല, കെട്ടിപ്പൊക്കിയ ഒന്നുമില്ല, ഒരു സംവിധാനവും ഇല്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വായിക്കുന്നു, ദാവീദിനാരെയോ പേടി? അബ്ശാലോമിന് ഒരു പേടിയില്ല. ഒന്ന് മാറി നിന്നതേ ഉള്ളൂ. ആ പൊട്ടൻ അഹീതോഫെലിനോട് ചേർന്ന് മണ്ടത്തരം കാണിക്കുമ്പോൾ ആ സമയത്തേക്ക് ഒന്ന് മാറി നിന്നതാ. ഈ ദാവീദിന് ദൈവത്തെ നല്ലപോലെ അറിയാം. ദൈവത്തെ, യഹോവയുടെ പുത്രനെ അറിയാവുന്നവനെയാണോ അബ്ശാലോം പേടിപ്പിക്കാൻ പോകുന്നത്? അപ്പൊ നിങ്ങളൊക്കെ പറയരുത് ദാവീദ് പേടിച്ചോടിയത്. ദൈവത്തിന്റെ പുത്രനെ തിരിച്ചറിയുന്നവന് സ്വന്തം ജഡിക മകനെ പേടിയോ? ഒന്നുമില്ല. പക്ഷേ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, തനിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ കരഞ്ഞുകൊണ്ട് കയറുന്നത് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അടയാളമാണ്. ഇവിടെ കരഞ്ഞുകൊണ്ട് കയറുന്ന ഒരു മകൻ വരുന്നു. അവൻ ചെരുപ്പിടാതെയും അവൻ നടന്നും കരഞ്ഞുകൊണ്ട്, തലമുടി എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, ഇന്ന് നിങ്ങൾ ദാവീദിന്റെ സിയോൻ മാളികയിൽ പോയാൽ തലമൂടാതെ ഒരൊറ്റ ക്രിസ്ത്യാനിക്കും ആണുങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല. തിരിച്ചു പറയാം, തലമൂടിക്കൊണ്ട് ഒറ്റ പെണ്ണുങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾ തലമൂടിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. ആണുങ്ങൾ തലമൂടിയിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഷാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ ദാവീദിന്റെ മാളികയിൽ നിൽക്കുന്ന ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളും, നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളുമാണ്. തിരിച്ച് എന്നോട് പോയിട്ടുണ്ടാകും. ഇത് പറയാനുള്ള കാരണം, നടന്നും ചെരുപ്പിടാതെയും തലമൂടിയും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, ഇത് അച്ഛനത് വ്യാഖ്യാനിക്കാണോ? ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കാറില്ല. ഞാൻ വ്യാഖ്യാനിക്കുന്നതിന് മുഴുവൻ വചനത്തിന്റെ തുണ ഞാൻ നൽകും. 32-ാം വാക്യം വായിച്ചു. ഇന്ന് ദൂരെ പോകണ്ട, അവിടെ തന്നെ 32-ാം വാക്യം വായിച്ചു. ഇങ്ങനെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അപ്പൻ സ്ഥിരമായി പൊക്കോണ്ടിരുന്ന സ്ഥലമാണ് ഈ മലം. യെരൂശലേമിലല്ലേ വലുത്? യെരൂശലേമിലല്ലേ എല്ലാം ഉള്ളത്? മില്ലോ പണിത് യെരൂശലേമിലല്ലേ? കൊട്ടാരം പണിത് യെരൂശലേമിലല്ലേ? ഇനി ദൈവാലയം പണിയാൻ പോകുന്നത് യെരൂശലേമിലല്ലേ? പിന്നെ ദാവീദ് എന്തിനാണ് സ്വന്തമായിട്ട്? അവിടെ കെട്ടിടങ്ങളൊന്നുമില്ല. അവിടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, താൻ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തി. അപ്പോൾ ദാവീദിന്റെ കാലം മുതൽ ഉള്ളിൽ തിരിച്ചറിവുള്ളവർ, പുറമെ കെട്ടുകാഴ്ചയാകുന്നവരല്ല, അവർക്ക് ഈ ഒലിവുമലയുടെ പ്രാധാന്യം അറിയാമായിരുന്നു. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ദാവീദിന് നല്ലവണ്ണം അറിയാമായിരുന്നു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അത് ഐഹിക ജീവിതകാലത്തിലും അവന്റെ രണ്ടാമത്തെ വരവിലും ഒറ്റയിടം മാത്രമേ ഉള്ളൂ, ഒലിവുമല. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ദാവീദ് തിരിച്ചറിയുന്നു, ചരിത്രത്തിൽ അവതരിക്കാനിരിക്കുന്ന ചരിത്ര പുരുഷനായ എന്റെ മകൻ ദൈവപുത്രൻ ക്രിസ്തു, അവന്റെ ഇടം ഒലിവുമലയായിരിക്കും. മാത്രമല്ല, അവൻ തന്റെ രക്തത്തെ സഭയ്ക്ക് വേണ്ടി ഊറ്റി തന്നിട്ട് കരേറിപ്പോയിട്ട് അവൻ തിരിച്ചു വരുമ്പോഴും അവന്റെ സ്ഥലം സംശയമുണ്ടോ? ഒലിവുമലയായിരിക്കും. അതുകൊണ്ട് പിതാവായ
അല്ല, ഇവര് കെട്ടിപ്പൊക്കുന്ന ദൈവാലയത്തിന്റെ മഹിമയിലല്ല ദൈവം വസിക്കുന്നത്. പിന്നെയോ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത്, ദൈവം പ്രവർത്തിച്ച സ്ഥലത്ത്, ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, ദൈവം പ്രവർത്തിക്കാനിരിക്കുന്ന സ്ഥലത്ത്. മനസ്സിലായോ? ദൈവം പ്രവർത്തിച്ച സ്ഥലത്ത് ഏതാ? പ്രവചനം. പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പരസ്യ ശുശ്രൂഷ. പ്രവർത്തിക്കാനിരിക്കുന്ന സ്ഥലത്ത് രണ്ടാം വരവ്. ഹല്ലേലൂയ. ഇതിന്റെ മുഴുവൻ സിഗ്നിഫിക്കൻസും ഒലിവുമലയിൽ അടങ്ങിയിരിക്കുന്നു. 16:1 അവിടെ തന്നെ 2 ശമൂവേൽ 16:1. ദാവീദ് മലമുകൾ കടന്നു എന്ന് പറഞ്ഞാൽ അങ്ങേ ചെരുവിലേക്ക് പോയി. നിങ്ങൾക്ക് വചനം അറിയിക്കുന്നവർക്ക് അറിയാമോ? ഇങ്ങേ ചെരുവിൽ ഗെത്സമനെ തോട്ടം, പിന്നെ യെരൂശലേം. അങ്ങേ ചെരുവിലെത്താൻ ഞാനൊന്ന് ഒരു വാക്യം പറഞ്ഞായിരുന്നു. യേശുക്രിസ്തു പരാമർശിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, യേശു എന്തിനാ എപ്പോഴും അവിടെ പോകുന്നത്? നിങ്ങളൊക്കെ വചനം വായിക്കുന്നവരാണെങ്കിൽ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ആ ചരിവിലുള്ള ചില സ്ഥലങ്ങളാണ്. ബെഥാന്യയും ബേത്ത്ഫഗയും ഒക്കെ നിലകൊള്ളുന്നത് ഈ ഒലിവുമലയുടെ കിഴക്കേ ചരിവ്. ഓർക്കണം, യെരൂശലേമിന്റെ കിഴക്ക് ഒലിവുമല, ഒലിവുമലയുടെ കിഴക്ക് ഈ ചരിവിലാണ് ഈ ലാസറിന്റെ ഭവനവും കഴുതക്കുട്ടിയെ അഴിച്ച സ്ഥലവും ഒക്കെയാണ്. ഇവിടുന്ന് ആര് വന്നാലും ഈ ഒലിവുമല കടന്ന് എങ്ങോട്ട് വരുന്നു, ഇതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ വചനത്തിലേക്ക് നോക്കുന്നു. ദാവീദ് മലമുകൾ കടന്നു. അവിടെ എന്താ സംഭവിച്ചു? മലമുകൾ കടന്നപ്പോ അവിടെ സീബ കോപ്പിട്ടുകൊണ്ട് ഈ ജനത്തിന് മുഴുവനുള്ള മുന്തിരിയടയും പല പല സാമഗ്രികളുമായിട്ട് വരുന്നു. അതായത് ഒലിവുമലയുടെ ആരാധനാ സ്ഥലത്ത് ആയിരിക്കുന്ന ദാവീദിനെ കരുതി അതിന്റെ അങ്ങേ ചരിവിൽ നിന്ന് അവനെ നിലനിർത്താനുള്ള അവർക്ക് കരുതലായിട്ട് അവൻ അറിയാത്ത ഭക്ഷണത്തെ ഒരുക്കി വെച്ചിരുന്നു. ഇത് പിന്നെയും ചരിത്രത്തിൽ ആവർത്തിച്ചു. ശ്രദ്ധിക്കണമേ, കർത്താവായ ദൈവം തമ്പുരാൻ രാത്രി മലമുകളിൽ പാർക്കുമ്പോൾ അവൻ മനുഷ്യനായിരിക്കാൻ അവന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുത്തത് ബേത്സയിലെയും ഈ ബെഥാന്യയുമാണ്, അവിടെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ കർത്താവിന് നല്ല നിശ്ചയമാണ്. മിക്കവാറും ഈ ലാസറിന്റെ വീട്ടിലുണ്ട്. കാരണം ഈ ഒലിവുമലയിൽ തനിച്ചു പാർക്കുന്നവന്റെ ജടിക ആവശ്യങ്ങൾക്ക് സഹായകരമായി തീരുവാൻ അപ്പുറത്തെ ചരിവിലെ, അതായത് ഒലിവുമലയുടെ അപ്പുറത്തെ ചരിവിലെ ജനത്തെ ദാവീദിന്റെ കാലത്ത് എങ്ങനെ എടുത്ത് ഉപയോഗിച്ചോ അതുപോലെ തന്നെ പുത്രന്റെ കാലത്ത് ഉപയോഗിച്ചു. ഇതാ വചനത്തിന്റെ ആഴം. ദാവീദിലൊന്നും അവസാനിക്കുന്നില്ല, ചരിത്രത്തിലെ യേശുവിലും ഒന്നും അവസാനിക്കുന്നില്ല. നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ വായിച്ചതിലും കേട്ടതിലും എത്ര മനോഹരമാണ്. അതുകൊണ്ട് ഈ ഒരു ചരിവിലേക്ക് അവര് വരുന്നു എന്ന് നമുക്ക് കാണാം. നിങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കർത്താവിന് ഒരു വേറിട്ട സ്നേഹമാണ് ഈ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക്. ഇത് നോക്കി, മാർത്ത എന്തിനാ അവർക്ക് കൽപ്പിച്ചത്? യേശുവിന് ഫുഡ് ഉണ്ടാക്കി തളർന്നു. നിങ്ങൾ വായിച്ചു മാർത്ത മറിയും സമാജമൊക്കെ നമുക്കറിയാം. പക്ഷെ മാർത്തയും മറിയാൻ വലിയ പിടുത്തമില്ലല്ലേ? മാർത്ത ചോദിക്കുന്നുണ്ട് കർത്താവെ അവിടെ കൂടെ വിടാൻ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവൻ കാലിക്കലിരുന്ന്. കാരണം ഒലിവുമലയിൽ പാർക്കുന്നവന് ഒരിറക്കം ഇറങ്ങിയാൽ ആരുടെ വീടാ? അപ്പൊ ഇവര് പറയും വൈകിട്ടൊന്ന് കഴിച്ചു പോ കർത്താവ്. വൈകിട്ടത്തെ അത്താഴം മിക്കവാറും ആരുടെ വീട്ടിലാണ്. ഇനി കർത്താവ് ഇറങ്ങി വന്നില്ലേ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. ഇത് വചനം വായിക്കാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഇരിക്കുമ്പോ കാലിക്കലിരുന്ന് വചനം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാർത്തയോട് പറഞ്ഞത്, മാർത്തയെ നീ പലതിനെ ചൊല്ലി ഈ ഒലിവുമല കണ്ടവന് പിന്നെ വിചാരം വേണ്ട. കാരണം വരാനിരിക്കുന്ന കാലവും ഒലിവുമല വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ വിചാരിക്കുന്നത്? ഭാവിയെ കുറിച്ച് പ്രതിസന്ധി ഉള്ളപ്പോഴാണ് വിചാരം. എന്നാൽ ഒലിവുമലയിൽ ഭാവി വരച്ചിട്ടുണ്ട്. അപ്പൊ ഭാവി വരച്ചിട്ട് ഒലിവുമലയുടെ താഴ്വാരത്തിലിരിക്കുന്ന മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തിന്? അല്പം മതി, ഒന്ന് മതി. ഞാൻ അതിനെ ഇങ്ങനെ ഇന്ന് വ്യാഖ്യാനിച്ചു പറയും, ആ ഒന്ന് ഒലിവുമലയിൽ, ആ അല്പം ഒലിവുമല. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, യെരൂശലേമിലെ കൊട്ടാരമാ വലുതെന്നും വെച്ച അനേകരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാൻ മേല, യെരൂശലേമിലെ കൊട്ടാരം വിട്ട് തന്റെ ആരാധനാ സ്ഥലമായി ദാവീദ് കരുതിയത് ഇന്ന് നിങ്ങൾക്ക് ഏതുമില്ലാത്തതുപോലെയുള്ള ഒലിവുമലയുടെ മുകൾ ഭാഗമാണ്. ഞാൻ എന്നും ഇവിടെ കയറി വരുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡ് അടിക്കാനല്ല. ഞാൻ കയറി വരുന്നത് കൊണ്ട് നിങ്ങൾ ഫുഡ് തരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒന്നും തന്നില്ലേലും ഞാൻ ഇവിടെ ഉണ്ടാവും. ഇനി ഞാൻ ചേർത്ത് പറയാം എന്തുകൊണ്ട് ബെഥാന്യയിൽ ഒരു ഭവനം യേശുവിന് ആവശ്യമായി. അവസാന ആഴ്ചയിൽ വീണ്ടും സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് വരുന്ന കർത്താവ് രാത്രിയായപ്പോൾ യെരൂശലേമിൽ നിന്ന് ഒലിവുമലയിലേക്ക് പോയി. പക്ഷെ അന്ന് അത്താഴം കൊടുക്കാൻ ലാസറിന്റെ ഭവനമില്ലായിരുന്നു. അതുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ അവന് വിശന്നു. അവൻ അത്തിയിൽ ഫലം തിരഞ്ഞു.
ഫലമില്ലായ്മയാൽ അതിനെ ശപിച്ചു. ആ ശപിച്ച കഥ വേറെയാണ്, അതിപ്പോ പറയാൻ തൊടാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഇവിടെ അത് ചേർത്ത് വെക്കുന്നില്ല. നിങ്ങൾ നോക്കിയേ, ഒലിവുമലയുടെ മുകളിൽ അപ്പോൾ യേശുവിന് വിശക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്നും വന്ന് പാർത്തയിടത്ത് വിശക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? യേശു ഒലിവുമല തെരഞ്ഞെടുത്തത് ഇങ്ങനെ ദാവീദ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ള തിരിച്ചറിവ് മാത്രമാണോ? അല്ല. ദാവീദ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നതിനും യേശു ഒലിവുമല തിരിച്ചറിഞ്ഞതിനും തിരിച്ച് അറിഞ്ഞ് അവിടെ എല്ലാ രാത്രികളിലും പാർത്തതിനും പ്രത്യേകമായി ജനത്തെ കാണിച്ചുകൊണ്ട് ഒലിവുമലയെ തെരഞ്ഞെടുത്തതിനും വലിയ ഒരു കാരണമുണ്ട്. അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെയല്ല ദാവീദും അവന്റെ പുത്രനായ യേശു ഒലിവുമലയെ തെരഞ്ഞെടുത്തത്. അത് കാണണ്ടേ? നിങ്ങൾക്ക് കണ്ടോണ്ട് പോകട്ടെ. എല്ലാവരും തുറന്നെടുക്കുക. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം 23-ാം വാക്യം. എന്തുകൊണ്ട് ദാവീദിന് ഒലിവുമല പ്രധാനമായി? എന്തുകൊണ്ട് യേശു ഒലിവുമലയിൽ തന്നെ പാർത്തു? ഒലിവുമലയിൽ പാർത്തത് കൊണ്ടാണ് ഈ ലാസറിന്റെ ഭവനത്തോട് ഇത്രയധികം ബന്ധമുണ്ടായത്. യെഹെസ്കേൽ 11:23 ഞാൻ ഗോൾഡൻ വേഴ്സസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് വചനം അറിയത്തില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാകില്ല. വചനം അറിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാകൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ജിയോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ്, ജിയോഗ്രഫിക്കൽ യുണീക്നെസ് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാലേ 11 ഒന്നിച്ച് വായിക്കാം. യഹോവയുടെ മഹത്വം. ഇങ്ങനെ നോക്കി, ഏത് നഗരം? നഗരം ഒന്നേ ഉള്ളൂ യഹൂദന്മാർക്ക്. ഏതാ നഗരം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഏതാ? യെരൂശലേം നഗരം. സംശയമില്ലല്ലോ. അപ്പൊ നീ ശ്രദ്ധിച്ചു വായിച്ചോ. യഹോവയുടെ മഹത്വം, glory of God ascended from the midst of the city. നഗരത്തിന്റെ മധ്യത്തിൽ നിന്ന് മഹത്വം മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പറഞ്ഞില്ല, ഒറ്റ ഉള്ളൂ. നേരെ ഒരു ചരട് പിടിച്ചാൽ കിഴക്കുവശത്ത് ഒറ്റ പർവ്വതേ ഉള്ളൂ. എന്താ? ഒലിവുമല. എന്താ യെഹെസ്കേൽ പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? നഗരം വലിയ കാഴ്ചയായി. നഗരം നിങ്ങളെ ആകർഷിക്കും. നിങ്ങൾ ഒത്തിരി സ്വപ്നാഴ്ചയിടും. പള്ളിയുടെ പണി കണ്ടിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, ആ എന്ത് പണി, എന്ത് രസമായിരിക്കുന്നു, എന്ത് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രവചനം അറിയാവുന്ന യേശു ക്രിസ്തു പറഞ്ഞു, ഈ നഗരമല്ല മഹത്വം. കർത്താവ് കരയിൽ പോകുന്നതും കർത്താവ് ഇറങ്ങി വരുന്നതുമായ ഒരു ഇടമുണ്ട്. അതാ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചരിത്രത്തിൽ മനുഷ്യനായി പിറന്നവൻ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഇടവും വാനമേഘങ്ങളിൽ ദൂതന്മാരുമായിട്ട് ഇറങ്ങി വന്ന ഇടത്തേക്കാളും വലിയ ഒരിടം ഭൂമിയിലില്ല. ഇത് തിരിച്ചറിയാൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു കേൾക്കട്ടെ. മത്തായി 24-25. ഞാൻ ഇങ്ങോട്ട് നോക്കി തുറന്നു കഴിഞ്ഞു വായിക്കില്ല, നോക്കണേ. ഞാൻ മുഖം നോക്കിയല്ലേ പ്രസംഗിക്കുന്നത്. ഞാൻ ആകാശം നോക്കിയോ വീട് നോക്കിയോ നിങ്ങളെല്ലാം കണ്ടോളൂ. ഈ കുഞ്ഞുങ്ങളെ വരെ ഞാൻ കാണുന്നു. ഇരിക്കുന്നവരെല്ലാം എന്ത് ജിജ്ഞാസയോടെ നിങ്ങൾ ഇരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യും. നിങ്ങളും അടുത്ത അന്നേരം നിർത്തി കാണും. അങ്ങനെ നിങ്ങളുടെ ഈ മത്തായിയുടെ സുവിശേഷം 24-25 വലിയ അധ്യായങ്ങളാണ്. അതിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകിച്ച് ഞാൻ പറയും, കൃത്യം പറയാം. 25-46 വരെ, 24-ന്റെ 3-ാം വാക്യം മുതൽ 25-ന്റെ 46-ാം വാക്യം വരെയുള്ള പ്രത്യേകത എന്താ? പറയുന്നുണ്ടല്ലോ ഒലിവുമലയിലെ എന്താണ് നടന്നത്? ഒലിവറ്റ് ഡിസ്കോഴ്സ്. കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച്, ലോകത്തിന്റെ നാശത്തെ കുറിച്ച്, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? യെരുശലേമിൽ ഇരുന്നല്ല പറഞ്ഞത്, ഗലീലാ കടലിൽ ഇരുന്നല്ല പറഞ്ഞത്. അവൻ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചടുത്ത് എന്ന് ഒലിവുമലയുടെ മുകളിൽ ഇരുന്നപ്പോഴാ പറഞ്ഞത് വരാനിരിക്കുന്ന കാലം. കാരണം ന്യായാധിപതി വരാൻ പോകുന്നത് ഒലിവുമലയിൽ. ഹല്ലേലൂയ. നിങ്ങൾ 24-25 അധ്യായം വായിക്കുമ്പോൾ അവിടെ വരാനിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വരാനിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാത്തവൻ ഛേദിക്കപ്പെടും. ആ ജഡ്ജ്മെന്റിന് ഈ ഇരിക്കുന്ന കർത്താവ് വാനമേഘത്തിൽ ജഡ്ജിയായിട്ട് വന്നിറങ്ങാനുള്ള സ്ഥലത്തിരുന്ന് വേണം ലോകാവസാനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ. നിങ്ങൾക്കറിയാമോ മലയിൽ ഇരുന്ന് പറഞ്ഞത് എന്താണ്? Who wait for master's coming? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പാരബിൾ. Wise and faithful servant. വിശ്വസ്തനായ ദാസനെ കുറിച്ചുള്ള ഉപമ. 5 wise virgin. വിളക്കിൽ എണ്ണയെടുത്ത കന്യകമാരെ കുറിച്ചുള്ള ഉപമ. Servant who uses resource wisely. വളരെ ബുദ്ധിപരമായിട്ട് തന്റെ റിസോഴ്സസ് ഉപയോഗിച്ചവൻ
പ്രസംഗിക്കുന്നവനെ കുറിച്ചുള്ളത്. ഇതെല്ലാം എന്തിനെ കുറിക്കുന്നതാ? കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിക്കുന്നത്. അതെവിടെയാ പ്രസംഗിക്കേണ്ടത്? നിങ്ങൾ പറ. പ്രസംഗിച്ച എവിടെ നല്ല എന്റെ ചോദ്യം. പ്രസംഗിക്കുവാണെങ്കിൽ എവിടെയാ പ്രസംഗിക്കേണ്ടത്? ഒലിവുമലയിൽ. എവിടെയാ പ്രസംഗിച്ചത്? അപ്പൊ ഇനി ആര് ചോദിച്ചാൽ മറന്നുപോ. 24-25 അധ്യായങ്ങൾ the Olivet discourse about the second coming of Jesus Christ. അതാണ് അത് പ്രസംഗിച്ചത് ഒലിവുമലയിൽ ഇരുന്നാണ്. അവർ ചോദിക്കുന്നുണ്ട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. 24 മുതൽ വായിച്ചേ. അപ്പോഴാ ഈ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയും ഈ ഒലിവുമലയുടെ മഹത്വവും നിങ്ങൾ കാണുന്നു. 24 മുതൽ ഉറപ്പ് വായിച്ചു. ശിഷ്യന്മാരവനെ ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അയ്യോ, നിങ്ങൾക്ക് ഈ പുറമേയുള്ള കാഴ്ച കണ്ട് അതാ മഹത്വം എന്നാ വിചാരിക്കുന്നത്. ഈ പുറമെ കാണുന്നതൊന്നും ആത്യന്തിക നിമിഷത്തിൽ നിനക്ക് മഹത്വമായി പരിണമിക്കത്തില്ല. ഈ ദൈവാലയം എന്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ടും ഇത് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞിട്ടും പുറമേയുള്ള കല്ലിന്റെ ഭംഗി നോക്കി നടക്കുന്ന ശിഷ്യന്മാരെ ഈ യെരൂശലേമിന്റെ മഹത്വം ഇതിന്റെ നടുവിൽ നിന്ന് പൊങ്ങി ഈ ഒലിവുമലയിൽ പോയി നിൽക്കും. യഹൂദന്മാർ എന്നാണോ പണിയാനിരിക്കുന്ന ദൈവാലയത്തിന്റെ മഹത്വം അന്വേഷിക്കാതെ ഈ മഹത്വം ഇവിടെ നിന്ന് പോയി നിൽക്കുന്ന ഒലിവുമലയിൽ വരാനിരിക്കുന്നവന്റെ മഹത്വം അന്വേഷിക്കുന്നോ, അന്നേ കൃപാകാരം അവസാനിക്കുകയുള്ളൂ. ഈ കൃപാകാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ സമയമില്ല. കൃപായു അവസാനിക്കുന്ന അവിടെയാ. ഈ യെരൂശലേമിൽ മഹത്വമില്ല എന്ന് യഹൂദന്മാർ തിരിച്ചറിയുകയും ഒലിവുമലയിലാണ് മഹത്വം എന്നറിയുകയും ഒലിവുമലയുടെ മഹത്വത്തിന് കാരണം അവരുടെ ഇടയിൽ ജനിച്ച് ക്രൂശിക്കപ്പെട്ടവനായി മരിച്ച് സ്വർഗാരോഹണം ചെയ്ത് മേഘത്തിൽ ഇറങ്ങി വരുന്ന കർത്താവ് അവരുടെ രക്ഷകനാണെന്ന് പറയുമ്പോൾ അവർ തിരിച്ചറിയുന്നത് കർത്താവിനെ മാത്രമല്ല, ഒലിവുമലയുടെ മഹത്വവും തിരിച്ചറിയും. അതിന്റെ അടുത്ത വാക്യം നോക്കി, 4-ാമത്തെ വാക്യം വായിച്ചോ. താഴോട്ട് ഇനി 56 വരെ വായിക്കാൻ പറ്റില്ല, വായിച്ച സമയത്ത് 46 വരെ അവർ തനിച്ച് അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്നു. അവൻ അവരോട് ഇതെല്ലാം ഉപദേശിച്ചു. അപ്പം അപ്പന്റെ വഴിയിലൂടെ ഒരു മകൻ നടന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ജനിച്ച മക്കൾ ഈ മഹത്വം ആത്മീയമായി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദാവീദിന് യേശു പോലെ നിങ്ങളുടെ മക്കളാകത്തില്ല. അതിനും ബൈബിൾ അടയാളം തരുന്നുണ്ട്. അപ്പൻ നടന്ന ആത്മീയ വഴികളെ തിരിച്ചറിയുന്നവൻ മാത്രമേ അപ്പന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് ബൈബിള് ഈ മെറ്റീരിയലിസ്റ്റിക് ഗ്ലോറി എന്താണെന്നും സ്പിരിച്വൽ ഗ്ലോറി എന്താണെന്നും വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. ഈ ദാവീദിന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവൻ ജെറുസലേമിനെ വിട്ടിട്ട് ഒലിവുമലയെ ആരാധന സ്ഥലമാക്കിക്കൊണ്ട് ചെരുപ്പിടാതെ തലമൂടി കരഞ്ഞും കൊണ്ട് ആ ഒലിവുമലയുടെ മഹത്വം മനസ്സിലാക്കി. അവന്റെ ആത്മീയപുത്രനായ യേശു മുൻപും പിൻപുമുണ്ട്. ദാവീദ് ജനിക്കുന്നതിന് മുമ്പ് യേശു ഉണ്ട്. അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടെന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. അപ്പോൾ മുമ്പുള്ള യേശു പിൻപ് വരുമ്പോഴും ഈ ദാവീദിന്റെ വഴികളെ സൂക്ഷിച്ചു. അപ്പോൾ നമുക്കൊരു അടയാളമുണ്ട്. ഈ മെറ്റീരിയൽ ഗ്ലോറി, ഈ സ്പിരിച്വൽ ഗ്ലോറിയെ കണ്ടിട്ടും ആശ്രയം വെച്ചാൽ ഈ ദൈവത്തിന്റെ ആത്മാവ് പോയി വസിക്കുന്ന ഒലിവുമലയുടെ പ്രാധാന്യം നിന്റെ സന്തതിയാണെങ്കിലും അവന് തിരിച്ചറിയാതെ വരും. നിങ്ങളോട് ചോദിക്കുക, ദാവീദിന്റെ ഏറ്റവും പ്രസിദ്ധനായ ലൗകിക സന്തതി ആരാണ്? ദാവീദിന്റെ പുത്രനായ യേശു നിങ്ങൾ പറയും. അത് വിടുക. ജഡത്തിലെ സന്തതി ശലോമോൻ ആണല്ലോ. ഈ ശലോമോൻ എന്തായിരുന്നു ഒലിവുമല? ഒരാൾ നശിച്ചു പോകുന്നതിന്റെ കാരണം ഒന്നല്ല, പല കാരണങ്ങൾ. അവർ സ്പിരിച്വൽ ഡീക്കേ, സ്പിരിച്വൽ റോട്ടനിങ് സംഭവിക്കുമ്പോഴാണ് നശിക്കുന്നത്, ഒരു കാരണം കൊണ്ടല്ല. അതുകൊണ്ട് ഈ ശലോമോന് ഈ അപ്പന്റെ വഴികളെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ എന്താ പറയാ സഭാപ്രസംഗി ഉത്തമഗീതത്തില് എടുക്കണ്ട, ശലോമോൻ പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഉച്ചയ്ക്ക് ആടുകളെ കിടക്കുന്നത് എവിടെ? ഈ സ്വച്ഛതയുള്ള വെള്ളം എവിടെ? കാരണം അപ്പൻ കണ്ട സ്പിരിച്വാലിറ്റി ഒന്നും ഈ മകന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏറ്റവും വിശുദ്ധമായി ചെരുപ്പിടാതെ നടന്നു കയറി ആരാധിക്കേണ്ട ഒലിവുമലയിൽ ശലോമോൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ബൈബിളിലേക്ക് നോക്കാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 7-ാം വാക്യം. ഇനി
മെറ്റീരിയൽ ഗ്ലോറി അന്വേഷിക്കുന്ന തലമുറയ്ക്ക് എന്ത് ഭവിക്കും, സ്പിരിച്വൽ ഗ്ലോറി അന്വേഷിക്കുന്ന തലമുറയ്ക്ക് എന്ത് ഭവിക്കും എന്ന് പറയുന്നതിനാണ് ക്രിസ്തുവിനെയും ശലോമോനെയും നിർത്തിയിരിക്കുന്നത്. ശലോമോനെ വായിച്ച് യെരൂശലേമിന് 11:7 1 രാജാക്കന്മാർ. യെരൂശലേമിനെതിരെയുള്ള മലയിൽ, അതായത് ഈ ഒലിവ് മലയിൽ കെമോഷിനും മേലക്കിനും ഒരു ഇന്നത്തെ സഭ വിശ്വസിക്കുന്നത് കെട്ടിടങ്ങളുടെ മഹിമയിലാണ് ദൈവം. അല്ല, കെട്ടിടം ആവശ്യമാണ്. ഞാൻ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക, ആവശ്യമുള്ളതാ പണിയും. ഒരലങ്കാര പണിയും വേണ്ടതിന്റെ വിസ്താരം അടുത്ത ഒരു തലമുറയുടെ വന്നിരിക്കേണ്ട പള്ളികൾ പണി. 3 പള്ളികൾ ഈ 3 വർഷം കൊണ്ട് വന്നു. അതെല്ലാം ആവശ്യത്തിനാണ്, അനാവശ്യത്തിനാണ്. ഇവിടെ പറഞ്ഞു മ്ലേച്ഛ വിഗ്രഹത്തെ ഒലിവുമലയിൽ കൊണ്ട് പണിയുന്നവന് യഹോവയുടെ മഹത്വത്തെ അറിയില്ല, അവൻ ഈ ഭൂമിയിൽ പട്ടുപോകും, അവൻ അവകാശമില്ല. എന്ത് നല്ല പേരായിരുന്നു ശലോമോൻ. അവൻ അവകാശമില്ല, അവൻ കഴിഞ്ഞു പോകുകയാണ്. ഇനി ഞാൻ അവസാനിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ 3 വിസിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സഭയിൽ വന്ന് 5 മിനിറ്റ് കൊണ്ട് അച്ഛനത് ചെയ്യുന്ന സമയം അവസാനിക്കുന്നു. ഞാൻ പൂർത്തിയാക്കാം. 3 യാത്രയാണ് യേശു നടത്തിയത്. ഒന്ന്, ട്രയംഫൽ എൻട്രി ടു ജെറുസലേം. അതും ഈ ഒലിവ് മലയുടെ ചരിത്രമാണ്. അവൻ രാജാവായി വരുന്നത്. എന്തിനാണ് രാജാവായി വരുന്ന ഒരു ദിവസം? ഇങ്ങനെ അനേകരുടെ മധ്യത്തിലൂടെ അവൻ രാജാവായി ഒലിവ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസമുണ്ടെന്ന് കാണിക്കാൻ മാത്രം അവൻ ഒലിവ് മലയെ പ്രസിദ്ധമാക്കി. രണ്ടാമത് നിങ്ങളിപ്പോ കേട്ടതാണ് ഒലിവറ്റ് ഡിസ്കോഴ്സ്. പന്തികാല സംഭവങ്ങളെ കുറിച്ച് പറയുവാൻ അവൻ ഒലിവ് മലയിൽ ഇരുന്നു. ഇനി അവസാനത്തെ ഒരു യാത്ര, ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങൾ എത്ര തളർന്നിരിക്കുന്നെങ്കിലും വീട്ടിൽ പോകാൻ ധൃതിയുണ്ടെങ്കിലും ഈ 2 മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കണം. യെരൂശലേമിനുള്ളിൽ ഒരു മാളിക മുറിയുണ്ട്. അത് ദാവീദിന്റെ സിയോനാണ്. ഇന്ന് നിങ്ങൾ യെരൂശലേമിൽ പോകാമെങ്കിൽ ദാവീദിന്റെ കല്ലറ പരിപാവനമായി അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ 2ാം നിലയ്ക്ക് വിളിക്കുന്നത് സിയോൻ മാളിക എന്നാണ്. ഇന്നും അതിന്റെ 2ാം നില സിയോൻ മാളിക. ആ മാളികയിൽ ഇരുന്ന് കർത്താവ് അപ്പം നുറുക്കി. യെരൂശലേമിൽ അപ്പം നുറുക്കി. 3ാമത്തെ യാത്ര. അപ്പം നുറുക്കിയിട്ട് അവൻ ഗെത്സമനയിലേക്ക് ചെന്നു. തന്റെ വിയർപ്പ് രക്തമായി ഒഴുക്കി. അവിടെ ഈ പാസോവർ നടന്ന മാളിക മുറിയിൽ അവിടെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ സ്തോത്രം പാടിയ ശേഷം, അറിയാമല്ലോ വാക്യം, ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പൊ മാളിക മുറിയിൽ നിന്ന് ഒലിവ് മലയ്ക്ക് പോയി ഗെത്സമനയിലേക്ക് ഇറങ്ങി വന്നു. ഗെത്സമനയിൽ തന്റെ രക്തം ചൊല്ലി പിടിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെടാനായി കൊണ്ടുപോയി. കഥ അവസാനിക്കുന്നില്ല. യെരൂശലേമിൽ അപ്പം നുറുക്കി ഒലിവ് മലയുടെ മുകളിലേക്ക് ശിഷ്യന്മാരെ കൊണ്ടുവന്നവർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി, സ്വയം ശക്തി സംഭരിച്ചു. അവൻ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാം വാക്യം. The last and the final point of Olive Slope. എന്താ? അനന്തരം അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. ഓർത്തെ, ഒലിവ് മലയുടെ അങ്ങേ ചരിവ് നിനക്ക് ഇടമായി തീരേണ്ട സ്ഥലം. ഒലിവ് മലയുടെ ഇങ്ങേ ചരിവ് വലിയ മഹത്വത്തിന്റെ സ്ഥലം. അങ്ങേ ചരിവ് സാധാരണക്കാരുടെ ഇടമാണ്. ഒലിവ് മലയുടെ മുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി അപ്പോസ്തല പ്രവൃത്തി 1:12 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1:12. ഇത് തന്നെയാണ്, ഇതിന്റെ ആവർത്തനമാണ്. ഒലിവ് മലയിലേക്ക് യേശു അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവർ ഒരുമിച്ചിരുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ചിരുന്നു. ഒലിവ് മലയിൽ ഒരുമിച്ചിരുന്നു. പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇക്കാലത്തോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത് എല്ലാം ചോദിച്ചു. നോക്കിയിരിക്കെ അവൻ ഒലിവ് മലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷണ്ണരായി നിൽക്കുന്ന ഗലീല പുരുഷന്മാരുടെ അടുക്കൽ 2 വെള്ള വസ്ത്രധാരികൾ നിന്നിട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എങ്ങനെ? എന്തുകൊണ്ട്? ഈ ആകാശത്തേക്ക് നിങ്ങൾ പോകുന്നവനായി കണ്ട യേശു പോയതുപോലെ മടങ്ങി വരും. ഇനി 12 വായിച്ചു. 12 അത് കഴിഞ്ഞുള്ള 12. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ
വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് വന്നു. അവർ പാർത്ത ഇവിടേക്കാണ് കയറിപ്പോയത്. മാളിമുറി. മണിമുറി ഏതാ? അപ്പം നുറുക്കിയ മുറി. ദാവീദിന്റെ കല്ലറ ഇരിക്കുന്നതിന്റെ തൊട്ടു മുകളിലുള്ള ബൈബിളിലെല്ലാം സിയോൻ എന്ന് വിശേഷിപ്പിക്കുന്ന സിയോൻ മാളിക. നീ ചിന്തിച്ച്, യേശു അപ്പം നുറുക്കി സിയോൻ മാളികയിൽ നിന്നിറങ്ങി രക്തം ചൊരിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവിടെ കഥ അവസാനിച്ചില്ല. നമ്മുടെ കുരിശിൽ യേശു ഇല്ല. ഉണ്ടോ? അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ ഒലിവുമലയ്ക്ക് പോയി. ശിഷ്യന്മാരെല്ലാം വിറച്ച് ചെതറിയിരുന്ന ഒലിവുമലയിൽ നിന്ന് കരേറിപ്പോയവൻ ഒലിവുമലയിൽ തിരികെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരികെ മാളിക മുറിയിലെത്തി അപ്പം നുറുക്കി ആ റൗണ്ട് പൂർത്തിയാക്കി. കണ്ടോ? യേശു അപ്പം നുറുക്കി, അവർക്ക് അപ്പമായി. യേശു വീഞ്ഞ് വിഭാഗിച്ചു, അവർക്ക് രക്തം കൊടുത്തു. ആ രക്തവും ആ അപ്പവും രുചിച്ചവർ തിരിച്ചു വന്ന് നുറുക്കിയ അപ്പമാണ് 2026 ഈ മേശയിൽ നുറുക്കുന്നത്. എന്നുവരെ ഈ അപ്പം നുറുക്കൽ ഉണ്ടാവും? നിങ്ങൾക്ക് ഇതുകൊണ്ട് പറയാം, എന്നുവരെ ഉണ്ടാവും? കർത്താവിന്റെ അത് പറയുന്ന വാക്യം ഏതാ? അത് വായിച്ചാൽ നിർത്താം. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞല്ലോ. ആ വാക്യം വായിക്കാം. സെഖരിയാ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങൾ പറഞ്ഞത് വായിക്കുന്നതേ ഉള്ളൂ. വചനം വായിക്കാതെ തന്നെ നിങ്ങൾ പറഞ്ഞു വിശുദ്ധ സംസർഗം അന്ത്യ അത്താഴം തീരുന്ന ഒരു ദിവസമുണ്ട്. കാരണം അത് ഏൽപ്പിച്ചവൻ അന്ന് വരെ ഏതൊക്കെ ആളുകൾ ശ്രമിച്ചാലും, എത്ര പള്ളികൾ തച്ചു തകർത്താലും, പള്ളിയിൽ പോകുന്നത് കുറ്റവിരുദ്ധമാക്കിയാലും, ഭവനങ്ങളിൽ അപ്പം നുറുക്കിക്കൊണ്ട് അവന്റെ വരവ് വരെ അപ്പം നുറുക്കും. കാരണം കയറിപ്പോയവനെ കണ്ടവര് അത് നിർത്തുകയില്ല. അവൻ ഇറങ്ങി വരാതെ അപ്പം നുറുക്കൽ നിർത്തുകയില്ല. വായിക്കാൻ സെഖരിയാവ് 14:4 ഉറക്ക വായിക്കാൻ. അന്നാളിൽ അവന്റെ കാലം, ആരുടെ കാലം? അവനാരാ? ഹല്ലേലൂയ. വരാനിരിക്കുന്ന നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ, നമുക്ക് തെറ്റിപ്പോകരുത് മല, അതുകൊണ്ടാണ് യെരൂശലേമിനെതിരെ കിഴക്കുള്ള, സംശയമുണ്ടോ? ഒരു മലയാണ്, വെറുതെ മലയെന്ന് എഴുതിയില്ല. യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. പറഞ്ഞു പെസഹയാ. ഈ ബുധനാഴ്ച കർത്താവ് വന്ന പെസഹയില്ല, ഓർക്കണം കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചയില്ലേ ആയുള്ളൂ. ബുധനാഴ്ച അവന്റെ പാദം ഒലിവുമലയിൽ ചവിട്ടിയ ഇങ്ങോട്ട് ആരും പെസഹയ്ക്ക് വരണ്ട, അത് തീർന്നു. ഒലിവുമലയുടെ ചരിവുകളിലൂടെയുള്ള നടത്തം. ദാവീദ് ചെരുപ്പിടാതെ കയറിപ്പോയെടുത്ത് മകൻ രക്തമൊഴുക്കിക്കൊണ്ട് കയറി. മകൻ രക്തമൊഴുക്കിയത് കൊണ്ട് നമുക്ക് ആ ശരീരവും രക്തവും കിട്ടി. എന്നുവരെ? അവൻ വരുന്നത് വരെ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവൻ വരുമോ? അവൻ വരുമോ? അവനെ കാത്തിരിക്കുന്നുണ്ടോ? കാത്തിരിക്കുന്നവരുടെ ജീവിതമുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടി നൽകുവാൻ ഈ ആഴ്ചയിൽ തമ്പുരാൻ നമ്മെ സഹായിക്കും.